കാലൊച്ച കേട്ട നേരം കന്നിവയൽ വാനമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തി വച്ചു മഞ്ഞന കണ്ണിലൂടി ആലിലത്താലി ചാത്തി അറപ്പുരവാതി ഞാൻ കാത്തിരുന്നു. അഞ്ഞു പരിചയപ്പെട്ടോ. ഭാര്യയുടെ പേര് കൃഷ്ണ. എത്ര പേരുണ്ട്? 4 പേര്. 3 പെണ്ണ് ഒരാണ്. 2 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി. നീ നിന്റെ പരിചയം അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നു. ഇത് കറമു കമറു. ഓൾ ഇടക്കിടക്ക് പണിയെടുക്കും, അതാ പ്രശ്നം. പേര് കമറുദ്ദീൻ. ശരിക്കും അത് മാറി, നമ്മൾ നിർത്തി, നമ്മള് കോട്ടയടക്കം നിർത്തി. പിന്നെ കോട്ട് ഇനിയും മാറാൻ സാധ്യത. പേര് കമറുദ്ദീൻ. പിന്നെ ഭാര്യ 4 പെൺകുട്ടികൾ, പേരക്കുട്ടികൾ. പിന്നെ മക്കളൊക്കെ പഠിക്കാൻ ഒരാൾ ജോലി ചെയ്തു. അല്ല, ഇനി അതല്ല, ക്ലാസ് മാറി വന്നു പറയാൻ വേണ്ടി. അത് പറഞ്ഞപ്പോ ഞാൻ ആദ്യം പേര് പേരൊക്കെ ഞാൻ ആദ്യം തണ്ണീർക്കോട്ടിലെ ഒരു ഗ്യാങ് ആയിരുന്നു. അതുപോലെ മണികണ്ഠൻ, മനോജ്, സന്തോഷ്, പിന്നെ സുരേഷ്, ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ ചങ്ങാവത്ത് വരുന്നതിന് കൂടെ ബിന്ദു ഒക്കെ ഉണ്ടാവാറുണ്ട്. ബിന്ദു, ഷീബ, പിന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു സബീറെ. പിന്നെ മായുസാനെ കുറിച്ച് പുറത്താക്കിയത് അത് പ്രീ ഡിഗ്രിക്ക് തല്ല, ഡിഗ്രിക്ക് ഡിഗ്രിക്കായിരുന്നു മായുസാനെ കുറിച്ച് പുറത്താക്കിയത്. പിന്നെ ഞങ്ങൾ കഴിയില്ല, ഞങ്ങൾ പിന്നെ മൂപ്പരെ ആ കോഴ്സ് കഴിയുന്നത് വരെ ഞാനും സമീറും അയാളുടെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതിന്റെ വേണ്ടി ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഷോർട്ടേജ് അബ്ദുറഹ്മാൻ സാറ് അകത്ത് തന്നു. വലിയ സങ്കീർണമായ വിഷയം എന്തോ ടെൻഷനോട് ചെയ്ത പരിപാടിയാണ്. അല്ല, ആളിപ്പോ ഹയാത്തില്ല, നമ്മളൊന്നും പെടുന്ന കാര്യങ്ങൾ ഗൗരവമായിട്ട് കാട്ടില്ല. ജീവിതത്തിൽ വന്നുപോലെ പ്രദീപ് ഗുഡ് മോർണിംഗ്. ആ കഴിഞ്ഞ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. പാട്ടും കൂടി കഴിഞ്ഞത് ആണല്ലായിരുന്നു. വീട്ടില് വൈഫും 2 കുട്ടികളുണ്ട്. ഏത് വീട്ടില്? ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള പേരെന്താ? രണ്ട് മക്കള് പറ. 2 കുട്ടികളാണ്. മൂത്താള് ഇത് കേക്കണ്ട പത്. മൂത്താളെ എഞ്ചിനീയറിംഗ് പറഞ്ഞോ. എന്റെ പേര് പ്രദീപ് ഉണ്ണിയിലാണ്. സ്വദേശം നോക്കുന്നതാണ്. ഹൈസ്കൂൾ ഉമ്മ
രാജേഷ്, സുരേഷ്, രമേശ് നമ്മുടെ അയൽവാസികളാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആൺകുട്ടിയാണ്, 2 ആൺകുട്ടിയാണ്. മോൻ +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 7 പഠിക്കുന്നു. ഞാൻ എക്സ്പോർട്ട് തന്നെയായിരുന്നു. അവിടെയാണോ? പിന്നെ ബെഞ്ചിന്റെ കാര്യം ആരും ചോദിക്കരുത്. മുജീബ്, രാമകൃഷ്ണൻ, രവി, ഇതൊക്കെ പേര് എല്ലാം പറഞ്ഞു ഇപ്പൊ പേരായ കൺഫ്യൂഷനായി. ഇപ്പൊ പേരെന്താ? പിന്നെ ആദ്യമായിട്ട് പിന്നെ നമ്മുടെ കൂപ്പുകാരെ നന്ദി അറിയിക്കും. പിന്നെ ഓർഗനൈസിംഗ് കമ്മിറ്റി കമറുദ്ദീന് കൂടെ ആ അല്ല ആര് ഓന ഓർഗനൈസിംഗാ തീരെ നന്ദിയില്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഞാനാണ്. ഞങ്ങളാണ് ഗൂഢാലോചന നടത്തിയത്. പിന്നെ എല്ലാരും മെയിനാണ്. അത് അങ്ങനെ പറയേണ്ടതില്ല, കാരണം എല്ലാവരും ഇതിൽ മെയിനാണ്. പക്ഷെ തുടക്കം കുറിക്കാൻ പലരുടെ ചിന്തയിലുണ്ടായിരുന്നു. ഉമ എന്നും നമ്മളോട് നമ്മൾ പറയുന്നുണ്ട്. ഉമ എന്നും നമ്മൾ കാണുമ്പോൾ പറയും ഉമ്മനെ അധികം കാണാറ്. പിന്നെ ഷെരീഫിന് ഒരു ദിവസം ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ ഒരു കോളേജിൻ്റെ. അപ്പോൾ ആ പരിപാടിയിൽ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ഷേവ് നോക്കിയതാണ്. MESന്റെ ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കണ്ട, നീ ഉണ്ടാക്കിക്കൂടെ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഈ കൂട്ടത്തില് അങ്ങനെ ഒരു പാചകം ചെയ്തു പോയി. ഞാൻ അമ്മാസനായിട്ടുണ്ട്, വല്യപ്പായിട്ടുണ്ട്. 3 മക്കള്. വല്യമ്മണ്ട് അറോസ് വല്യമായ സാറ് വല്യമായ എന്താ പറയാനൊരു മടി. അല്ല ചാൻസ് ഇല്ല. പിന്നെന്താന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ പേരക്കുട്ടികളായിട്ടുണ്ടെങ്കിൽ പിന്നെ അനുവദിച്ചു തരാം. നിങ്ങൾക്ക് പെൺകുട്ടികൾ ഞങ്ങളുടെ നാട്ടിലെ മരുമകളാണ് ഇരിക്കുന്നത്. ജെനി, ബാബു. പക്ഷെ രസമല്ല, വെറും ഒരു ഇവരുടെ വീട്ടിൽ 10 ബാക്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ 35 വർഷത്തിന് ശേഷമാണ് അറിയുന്നത് ഗ്രൂപ്പിലൂടെ അവിടെ അതിനും ഗ്രൂപ്പ് വേണ്ടി വന്നു. അതെ. വരുമാനം. എന്റെ പേര് സുരേഷ്, എല്ലാവർക്കും എന്നെ അറിയാവുന്ന വിചാരിക്കുന്നു. ഈ ഗ്രൂപ്പില് വന്നതിന് ശേഷം ചില ആൾക്കാർക്ക് എന്നെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഞാനവിടെ MESല് ഇതുപോലെ മോർണിംഗിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ചില ആൾക്കാർക്ക് പിന്നെ BCom അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ BComലുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മളൊപ്പം ഉണ്ട്. ഷമീർ കമറു എന്റെ വീട് നോക്കുകയാണ്. ഞാനവിടെ പോലെ പറഞ്ഞ പോലെ സംഘടന പ്രവർത്തനമൊക്കെ ആയിരുന്നു. കോളേജില് പിന്നെ വലിയ സംഘടന പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റിയതില്ല. ആദ്യത്തെ ഫസ്റ്റ് ഇയറിലാണ് മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ കംപ്ലീറ്റ് പുറത്തായിരുന്നു. ഞാൻ മിക്കവാറും ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുക. ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ BCom കഴിഞ്ഞു. അതിന് ശേഷം TTCക്ക് പോയി. BCom ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് കോളേജിലെ ഇലക്ഷനിൽ കഴിഞ്ഞതിന്റെ ചൂടൊക്കെ കഴിഞ്ഞപ്പോഴാണ് TTCക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടില് വില്ലേജ് ഹൗസിൽ ജോലി കിട്ടിയാലും പിന്നെ അത് ഇരിക്കുന്ന സമയത്താണ് ടീച്ചറായിട്ട്. നിങ്ങൾ ഫൈനാൻസ് ആയിട്ടില്ലേ? ഫൈനാൻസ് ആയില്ലേ മെസ്സേജില്? ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കും, ജയിച്ചില്ല. അത് ആരായിച്ച്? അതാര്? നമ്മുടെ വീട്ടിലെ വൈഫ് പേര് ദീപ എന്നാണ്. 2 കുട്ടികളാണ്, നന്ദന പിന്നെ അഭിമ. TTC കഴിയുമ്പോൾ പിന്നെ അവിടെ ടീച്ചറായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അവള് എന്തായാലും ഇങ്ങനെ ഒരു പിന്നെ സന്ദർഭം കിട്ടിയതിൽ വലിയ സന്തോഷം. അവർക്കിത്
ലൈഫ് ടൈമിൽ വരെ തുടർന്ന് പോകണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. നിങ്ങളെല്ലാവരും ഇനിയും ഓരോ പരിപാടികളൊക്കെ നടത്തുക. പറ്റാവുന്നവരൊക്കെ കൂടി ഈ പറഞ്ഞ പോലെ പറ്റുന്നവര് ഒരു ട്രിപ്പ് പോവുക. ജീവിതം പറഞ്ഞല്ലേ നമുക്ക് ഇനിയും ലൈഫ് ഇങ്ങനെ എടുക്കുകയാണ്. അത് ഇങ്ങനെ ഒരു 50 പരമാവധി എൻജോയ് ചെയ്തിട്ട് എല്ലാവരും അല്ലെ നല്ല സ്നേഹത്തിനും സന്തോഷവും കൂടെ. ഓക്കെ, താങ്ക് യു. ഞാൻ ജയറാം, താമസിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ അമലാവസ്ഥയുടെ അടുത്താണ്. പിന്നെ 2 മക്കള്, മൂത്താള് 9 പഠിക്കുന്നു. 2 പെൺകുട്ടികളാണ്. മൂത്താള് 9, രണ്ടാമത്താള് 6. പിന്നെ ജോലി ചെയ്യുന്നത് തൃശ്ശൂരിലെ പ്രൈവറ്റ് സ്ഥാപനത്തില് ടൗണിൽ തന്നെയാണ്. പൂത്തോക്കാരെ എന്ന് പറയും. ഒരു മെഷീനറി കൾച്ചറിലേക്ക് ഹോൾസെയിൽ ഡീലേഴ്സാണ്. അതിൽ അക്കൗണ്ടൻ്റായിട്ട് പറയുന്നത് എന്റെ വീട് ഇവിടെ പൊന്നാനി തൃക്കാവ്. പിന്നെ അമ്മ വീട് നമ്മുടെ തറവാട് കുമരനെല്ലൂർ. ജോലി ആവശ്യം വന്നിരുന്നത് കുമരനെല്ലൂരിന്നാണ്. പഠിക്കുന്ന സമയത്ത് കുമരനെല്ലൂരിലാണ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ബെഞ്ചിലാണ് ഇന്ന് വരാറ്. എന്റെ പേര് രാജേഷ്, സുരേഷ്, ദിനേഷ്, അതുപോലെ സെമീർ എല്ലാവർക്കും അറിയാം. കൂടാതെ നമ്മളെ ഒന്നല്ലോ ഞാൻ തന്നെ ഞാൻ ഭാരത് പെട്രോളിയത്തിലാണ്. നിങ്ങൾ കുക്കിംഗ് ഗ്യാസ് സംബന്ധിച്ചോ പെട്രോളിയം സംബന്ധിച്ചോ എന്താവശ്യത്തിനും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റേഷൻ വേണമെങ്കിൽ ഏത് സമയത്ത് വിളിച്ചാലും എൻ്റെ വൈഫ് യാതൊരു തരം ഒറിജിനൽ കൂടാതെ തന്നെ ഈ ഗ്രൂപ്പിലെ ഒന്നും ഒരു ഭാര്യ 2 കുട്ടികളുണ്ട്. നിങ്ങൾ പറഞ്ഞ ബെഞ്ച് എന്ന് പറയാൻ എനിക്കറിയില്ല. എന്റെ പേര് രജിസ്റ്ററിൽ എസ്ട്രോളാണ്. ഞാൻ ക്ലാസ്സിൽ അതിന്റെ കോർഡിനേഷനും കുറെ പ്രൊസന്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മളുടെ ആകെ 4 പേര് മാത്രമേ ഉള്ളൂ. ഷിഹാബ് കൂടുതൽ കണക്ഷൻ കണക്ഷനുമായി പോകുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു അലൂമിനിയം ഒക്കെ ഉണ്ടാവാൻ പിന്നെ കൂടാനുള്ള എല്ലാവർക്കും സൗകര്യം നൽകിയ ഗോകുലന് നന്ദി അറിയിക്കുകയാണ്. കിടക്കണ തിരിത്തോ അതെ അവിടെ ഫീസ് കൊടുക്കണ്ട. അതെ, ഇവിടെ എല്ലാരും ചോദിച്ചു എത്ര ഭാര്യ. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ എത്ര ഭർത്താവ്. ഷക്കീറിന്റെ ഭാര്യ എന്ന് പറയണില്ല. അമ്മായിമ്മയുടെ പേര് നിലാനദി എന്നാണ്. ഞാൻ അമ്മാസന്റെ അമ്മാസനെ ഭാരതപ്പുഴ രണ്ടുണ്ട്. വീട്ടുപേര് തന്നെയുള്ളൂ. എത്ര മക്കള് എന്തൊക്കെ ചെയ്യണം? മൂത്ത മോന് ആർക്കിടെക്റ്റാണ്, അവനും വൈഫ് ആർക്കിടെക്റ്റാണ്. രണ്ടാളും ദുബായിലാണ്. അവനൊരു പിന്നെ IBD എന്ന് പറഞ്ഞൊരു കോഴ്സ് കാനഡയിൽ. അവന് വൈഫ് അവിടെ തന്നെ.
മൃതസഞ്ജീവനി സുര മാത്രം കിട്ടിയത് ഇവിടെ. അവിടെ പുറകെ അല്ല കോട്ടക്കലിന്റെ ഏജൻസിയാണോ? എവിടെയാണ് ഏജൻസി? അല്ല അത് മുണ്ടല്ലോ പാലക്കാട് ഷെബുവിന്റെ അള്ളിയല്ലേ? അല്ല ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ സത്യമായി പറയാമോ? ചോദിക്കണേ മാത്രം പറയാം. സ്വന്തം വീട് തവനൂർ അയൽക്കത്താണ്. അവിടെ വേറെ പേരുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുമ്പോ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് വളാഞ്ചേരി. കല്യാണം കഴിച്ച് വിട്ടേക്കണം. കല്യാണം കഴിച്ചിരിക്കുന്നത് പേശനൂർക്കാണ്. ഇപ്പൊ ഞങ്ങൾ പാലക്കാട് സെറ്റിൽഡാണ്. ഭർത്താവിനെ കഞ്ചിക്കോട് ഐടിഐയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കള്. മോളെ എംടെക് കഴിഞ്ഞു. പിന്നെ ഒരു മോൾ, അവൻ ബിടെക് കഴിഞ്ഞു. പിന്നെ മോളെ കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മകൻ എഞ്ചിനീയറാണ് കിട്ടിയത്. എന്താ പറയണ്ടത്, ഒരു കുട്ടിയുണ്ട്. ചെറിയൊരു മോളുണ്ട് 4 വയസ്സായി. അമ്മൂമ്മയാണ്. ഞാൻ സെക്കൻഡ് ബെഞ്ചില്. സമാധാനായി. അത് കണ്ട പരിചയപ്പെട്ട പിറ്റേസ് ഓണം മുതലാക്കുന്നുള്ളതാണ്. ക്യാൻറ്റീനിൽ പോയി ഒരാള് വിട്ടില്ല. മീറ്റ് ചെയ്ത് കണ്ടില്ലേ? എൻ്റെ പേര് ഉമ്മ. മുക്കുതലയിൽ നിന്ന് വന്നിരുന്നത്. കല്യാണം കഴിച്ചത് മുക്കുതലയിൽ നിന്ന്. എൻ്റെ സ്വന്തം വീട് മുക്കുതലയിൽ നിന്ന്. ഒരു 5 മിനിറ്റ്. അത് അമ്പലപ്പറമ്പാണ്. ഞങ്ങളുടെ വീടായിട്ട് കണ്ണങ്കാവ് അമ്പലപ്പറമ്പ്. ഒരു പൈസ ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നതും അതിന്റെ തൊട്ടടുത്തല്ലേ. എന്റെ വീടും വീടിന്റെ നടുക്കില് ഞങ്ങളവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ചങ്ങരകുളത്ത് വർക്ക്ഷോപ്പ് നടത്തുന്നു. വാസുദേവൻ പേര്. പിന്നെ 2 കുട്ടികൾ, പെൺകുട്ടികൾ. ഒരാള് ഈ എഞ്ചിനീയറിംഗ്, ഒരാള് സിവിൽ എഞ്ചിനീയർ. പിന്നെ ഞാനിപ്പോ എടപ്പാള് മെഡിസിൻ്റെ കമ്പനിയില്, ഹോൾസെയിൽ കമ്പനിയില് കോമ്പറ്റന്റ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. മലയാളത്തിന് സുഖമായിട്ട് പോകണം. 2 പേരക്കുട്ടികളുണ്ട്. കുഞ്ഞ് 2 കുട്ടികൾ. ഒരു 2.5 വയസ്സായ കുഞ്ഞിയും പിന്നെ ഒരു 2 മാസമായ കുഞ്ഞിയും. അങ്ങനെ പോണേ. അങ്ങനെ ഞാൻ നല്ല നിലയിൽ കൊണ്ടുപോവുക. പിന്നെ അതുപോലെ ഇവിടെ എല്ലാവരെയും കാണാൻ പറ്റി. ഷമീറിനെയും ഷമീറിന്റെ വീട്ടുകാരെയും അതുപോലെ ബാക്കി എല്ലാ സഹപാഠികളെയും കാണാൻ പറ്റിയത് വളരെ സന്തോഷം. കുറേ ആൾക്കാരുടെ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ കുറേ ആൾക്കാരുടെ മുഖമൊന്നും അത്ര ഓർമ്മയില്ല. പേരുകൾ ഓർമ്മയുള്ള ആൾക്കാരുടെ മുഖം ഓർമ്മയില്ല. ഓർമ്മയുള്ളവരുടെ പേര് ഓർമ്മയില്ല. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുടെ അപ്പൊ എല്ലാവരും മനസ്സിലാക്കൊക്കെ ശരി ഒക്കെ ശരി. അപ്പൊ പിന്നെ എടപ്പാള് വരുമ്പോ വിളിച്ച് ചോദിച്ചാല് ചിലപ്പോ കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോരും ഓഫീസിലേക്ക് എന്നൊക്കെ പറയും. ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയുന്ന അപൂർവം ആളാണ്. ശബ്ദം തീരെ കേൾക്കില്ല. അതാണ് നമ്മൾ നടന്ന സങ്കടമായ ആ നടന്ന ഷാരിയ എന്നാണ് ആ നടന്ന പേരുടെ ഷാരിയ. ആ ഷാരി ഷാരി ഷാരി. ആ ഷെയർ കണ്ടവരൊക്കെ വിളിക്കാം. എല്ലാ രാജേഷ് പറഞ്ഞല്ലേ ഷെയർ കണ്ടവരൊക്കെ വരിക. ചെറിയ ചില്ലറക്കാരെ പിന്നെ ഹസ്ബൻഡ് ഒരു മോള് ഹസ്ബൻഡ് ഷോപ്പിൽ മാനേജറായിട്ട് എവിടെ ഇപ്പൊ കൊപ്പത്താണ്. നമ്മള് കഴിച്ചിട്ട് ചേലക്കരയ്ക്കാണ്. പിന്നെ വടക്കാഞ്ചേരി വീടുണ്ട്. പക്ഷെ വീടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അമ്മ കഴിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പം തൽക്കാലം പണിയാണ്.
മോളെന്ത് ചെയ്യും? മോള് ഇപ്പം ബിടെക് കഴിഞ്ഞു. ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് ആ ഒരു ഫീൽഡിൽ കോർഡിനേറ്ററായിട്ട് ടീമിൻ്റെ അവസാനം വരുന്ന വണ്ടി മൂന്ന് പെൺകുട്ടികളാണ്. ഒരാൾ കല്യാണം പിന്നെ രണ്ടുപേര് പഠിക്കുന്നു. ഒരാൾ PG ഭർത്താവിന്റെ പേര് അവൻതാൻ ഇവൻ ഭർത്താവിന്റെ ജോലി എന്താണ്? അല്ല തവനൂരിന്നാണ് വന്നിരുന്നത്. ഇപ്പോഴും തവനൂരിന്റെ താമസം. ഭർത്താവ് 2 കുട്ടികൾ, 2 ആൺകുട്ടികളാണ്. ഹലോ നമസ്കാരം അപ്പോ എന്നെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. പരിചയമില്ലാത്തവർക്ക് ഞാനുണ്ട്. പിന്നെ എനിക്ക് ഭാര്യയുണ്ട്, ആളാണ്, 2 മക്കളുണ്ട്. ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ഫൈനൽ കഴിഞ്ഞു, പാസ്സായി. ഇപ്പോൾ പട്ടാമ്പിയിൽ ഒരു കോച്ചിങ് സെന്ററിൽ പോകണം. 2ാമത്തെ ആള് +2. ഭാര്യ ടീച്ചറായിട്ട് പോകുന്നുണ്ട്. എടപ്പാളയിൽ കോഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെന്താണ്, നമ്മളിങ്ങനെ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന്റെ ഏറ്റവും അധികം സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാല് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു. ആ 13 വർഷത്തെ ഭയങ്കര സംഭവം. അത് പലതും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. നവാബെ, അതൊക്കെ ഭയങ്കര ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. 1 വർഷം മുന്നേ അഡ്രസ് അല്ല, അത് എന്താ വെച്ചാല് എല്ലാരും അന്ന് അതിലുണ്ടായ സന്ദർഭം ഞാൻ പറയാം. അന്ന് നമ്മൾ സന്ദർഭം കഴിയുമ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞു ഫോട്ടോഗ്രാഫ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഐഡിയ തോന്നി. ഞാൻ നേരെ നമ്മുടെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് പേപ്പർ, പേപ്പറാണ് അത് വാങ്ങിക്കൊണ്ട് എല്ലാവരും അഡ്രസ് എഴുതി, സ്വയം അഡ്രസ് എഴുതി ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് വീട്ടിൽ പോയി ഗ്രൂപ്പ് നിലനിൽക്കേണ്ടതെന്ന് ആശയം. പ്രത്യേക നന്ദി. നമസ്കാരം, എൻ്റെ പേര് ബാബു ആണ്. എൻ്റെ പേര് ബാബു ആണ്. ഭാര്യ, ഒരു മോള് BCAക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന ഇരിങ്ങാലക്കുട. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മെമ്പർ അബ്ദുൾ ഗഫൂറിന്റെ കമ്പനിയിൽ ഖത്തറിൽ വർക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഷാജിമ. ഇതിലിപ്പോ എനിക്ക് പരിചയമുള്ളത് 3-4 പേരാണ്. ശരിക്കും അവിടെ കണ്ടു പരിചയമുണ്ട്. അപ്പൊ ഞാനെന്താ വെച്ചാൽ ക്ലാസ്സിൽ വരുന്ന ഓർമ്മയുണ്ടായിരുന്നു. സുരേഷ് കുമാർ, മുജീബ്, ഇതുപോലെ നമ്മളൊരു ഷിയാബ് ഉണ്ടായിരുന്നു. പിന്നെ രാമകൃഷ്ണൻ. അന്നത്തെ നമ്മുടെ ഭാഷ ഉണ്ട്, ചെത്തിയെടുക്കണം. പിന്നെ ഇവരെ നല്ല പരിചയം. അന്നത്തെ ഇവർ പോണ ബസ്സിലാണ് ഇവർ പോകുന്നത്. ആരെ കാണാൻ പോകണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കുറെ പരിചയങ്ങളുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പോക്കൂരാൻ ഏറ്റവും നല്ലൊരു നന്ദി. അതുപോലെ തന്നെ ഈ വീട്ടിലെ അംഗങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, ചെല്ലടോ. ബാക്കി പറയൂ, പരിചയപ്പെടുത്ത്. ചെല്ല്, പരിചയപ്പെടുത്ത്. വായോ, മൈക്ക് വേണം. ചെല്ല് വായോ.
ഞാൻ പ്രത്യേകം പരിചയപ്പെട്ടൊന്നുണ്ടോ? ഇല്ലേ? എന്റെ പേര് ഷബാന. ഞങ്ങള് ചാമ്പ് കുടിക്കും. അത് വളരെ രസല്ലേ? എനിക്ക് 2 മക്കള്. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അക്കിക്കാലക്കാണ്. പിന്നെ എന്റെ മൂത്താൾ പഠിക്കുന്നത് 8th, രണ്ടാമത്തെ ആൾ പഠിക്കുന്നത് 3rd. പിന്നെ എന്റെ ഹസ്ബൻഡ് ബഹ്റൈനാണ്. പിന്നെ എന്താ പറയാ, മമ്മി പിന്നെ കൂടുതലായിട്ട് പിന്നെ കുറച്ചൊക്കെ പാടും. സ്കൂളില് ഗാലക്സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇക്കൊല്ലാണ് ജോയിൻ ചെയ്തത്. Asal
അമൃത കുസുമതളം അനുദിനം അറിഞ്ഞൊരു സഹൃദയ മനുഷ്യലം രാഗം നീയല്ലേ താളം നീയല്ലേ ഉന്നാത സംഗീത സുഖം നീയല്ലേ ഉന്നാത സംഗീത സുഖം നീയല്ലേ. താങ്ക് യു. ആയിരം കാലമകലെയാണെങ്കിലും മായാതെ ചെയ്ത സാനുപദേശങ്ങൾ അരുണ പരാനുഗ്രഹങ്ങൾ ഒരു
ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി